നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ എന്താകും എന്നുള്ള ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പം ഒരു 5 മുതൽ 10 സീറ്റുകൾ വരെയെങ്കിലും BJPക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രാഥമികമായ ചോദ്യമാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നത്. ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ UDFും LDFും മെനയും. പ്രത്യേകിച്ചും ഈ ജിഹാദി ഗ്രൂപ്പുകളുമായിട്ടും മത തീവ്രവാദ ശക്തികളുമായിട്ടും ഒക്കെ ഇവർക്ക് രണ്ടുപേർക്കും ബന്ധമുണ്ട്. അപ്പം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ ജയിച്ചില്ലെങ്കിലും BJPയെ തോൽപ്പിക്കണം, അതായത് ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തുന്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിന്റെ ചില ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ചില വാർത്താ വീക്ഷണങ്ങളിലും അടക്കം നമ്മൾ പത്ര റിപ്പോർട്ടുകളിലും അടക്കം കണ്ടു തുടങ്ങിയിരിക്കുന്നു. BJP കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് നമ്മൾ വരുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തിമത്തായ തീരുമാനങ്ങൾ എടുക്കാനും ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാനും ജനകീയമായ രീതിയിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ ഉള്ളവ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അതൊരു സ്വാധീനമായി കടത്തിക്കൊണ്ടു പോകാനും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും നേരിടാനും ഒക്കെ BJP കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തും. ഇനി വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. നന്നായി ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ 5 മുതൽ 10 വരെ എന്നുള്ള ഒരു സാങ്കല്പിക നമ്പർ അങ്ങ് വിട്ടേക്കുക. എങ്കിലും വ്യക്തമായ ഒരു ആധിപത്യം കേരള നിയമസഭയിൽ നേടാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി NDAയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഒരു മാധ്യമത്തിൽ BJP നേതാവ് ഷോൺ പറയുന്നത് കേട്ടു. വന്നാൽ സ്വീകരിക്കും. തീർച്ചയായിട്ടും അതൊരു മുന്നണിയല്ലേ. അദ്ദേഹം ആരാണ് എന്താണ് എന്നതിനപ്പുറം അതൊരു ജനകീയമായ കുറെ ആൾക്കാർ മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖമായ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു മുന്നണിയാണ്. അത് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. അവർക്ക് ഇടതുപക്ഷത്ത് നിൽക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ, വലതുപക്ഷത്തേക്ക് പോകണമോ, ഇങ്ങോട്ട് വരണമോ, അല്ലെങ്കിൽ NDAയിലേക്ക് വരണമോ, അതൊക്കെ അവരുടെ താല്പര്യം. പക്ഷേ കുറെ കൂടി ഗ്രൗണ്ട് വർക്ക് നടത്തേണ്ട അവസ്ഥയിൽ BJP എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഒരു വലിയ ബൂമുണ്ടായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. സീറ്റുകളും കുറച്ച് പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ കിട്ടി. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി. ആ ഒരു ബൂമിൽ നിന്ന് കുറച്ച് ഗ്രാഫ് താഴോട്ട് താന്നിട്ടുണ്ട് BJPയുടെ പൊതുവായ ഒരു പ്രവർത്തന ശൈലി എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സ്വാഭാവികമായ ഒരു ഒബ്സർവേഷനാണ് കേട്ടോ, ഒരു നിരീക്ഷണം മാത്രമാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ വരുന്ന മാസം മുതൽ, ഫെബ്രുവരി മാസം മുതൽ, ഏപ്രിലോ മെയിലോ ആയിരിക്കും തെരഞ്ഞെടുപ്പ്. ആ ഒരു 2-3 മാസം കൊണ്ട് കൂടുതൽ ഹോംവർക്ക് നടത്തി കൂടുതൽ ജനകീയമായ മുന്നേറ്റങ്ങളിലൂടെ കടന്നു ചെന്ന് ഗ്രൗണ്ട് വർക്ക് കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയാൽ ഈ പറഞ്ഞ സ്ഥിതിയിൽ വലിയ സീറ്റുകളുടെ എണ്ണം എന്നത് മാറ്റിവെച്ചാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും BJPക്ക് കഴിയും. ഹോംവർക്ക് അത്ര പോരാ, കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ കരുതേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ഒന്നിച്ചുകൊണ്ട് പല ശക്തികളെയും ക്ഷുദ്ര ശക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും BJPയെ അട്ടിപറ്റിക്കാനുമുള്ള പല ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ കുറെ കൂടി ശ്രദ്ധിക്കുകയും കുറെ കൂടി കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ.